ബഹുമാനപ്പെട്ട സദസ്സിലിരിക്കുന്നവരെ, ജഡ്ജസ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട് കിടന്നിരുന്ന ജനങ്ങളെ ഉദ്ധരിക്കുവാനായി ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. ഇതുമൂലം ഇവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം ലഭിച്ചു. അവിടെ വാവൂട്ട് യോഗം നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ സാമ്പത്തികമായും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും വേണ്ട ഉന്നതിക്ക് ഒരു സംഘടനയുടെ ആവശ്യമുണ്ട് എന്ന് ഗുരുദേവൻ മനസ്സിലാക്കുകയും അതിനു വേണ്ട പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തു. ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിൽ 1903 ജനുവരി 7 SNDP യോഗത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. 1903 മെയ് 15 ഇത് SNDP യോഗം അവിടെ രജിസ്റ്റർ ചെയ്തു. അതിനോടൊപ്പം ഈ പ്രവർത്തനം വിപുലമാക്കുകയും നമ്മുടെ ഗുരുദേവൻ ആയുഷ്കാല പ്രസിഡൻ്റായും ഡോക്ടർ പൽപു വൈസ് പ്രസിഡൻ്റായും കുമാരനാശാൻ സെക്രട്ടറിയായും അവിടെ ഒരു ഭരണസമിതി രൂപം കൊണ്ടു. അവിടെ പല പ്രവർത്തനങ്ങളിലായി ഗുരുദേവൻ തൻ്റെ സന്യാസി ശിഷ്യരെയും ഗൃഹസ്ഥാശ്രമികളെയും കേരളത്തിൻ്റെ നാനാഭാഗത്തും ദൂരദേശങ്ങളിലെല്ലാം അയച്ചു ഗുരുദേവധർമ്മം പ്രചരിപ്പിക്കുവാനായി പ്രവർത്തനം നടത്തി. ഒരു ത്രിതല സംവിധാനത്തിലാണ് നമ്മുടെ ഈ SNDP യോഗം പ്രവർത്തിക്കുന്നത്. കൊല്ലം ആസ്ഥാനമായി അവിടെ യോഗം, അതിനു താഴെ യൂണിയൻ, അതിനു താഴെ SNDP യോഗങ്ങൾ, ശാഖകൾ, ഇങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് 147 യൂണിയനുകളും 5200ഓളം SNDP ശാഖകളും ഇവിടെ പ്രവർത്തിക്കുന്നു. ഇതിന് താഴെ ഇതുകൂടാതെ പോഷക സംഘടനയായി വനിതാ സംഘം, യൂത്ത് മൂവ്മെൻറ്റ്, കുമാരി സഖ്യം, ബാലജന സഖ്യം, കൂടാതെ പെൻഷനേഴ്സ് ഫോറം മുതലായവ ഇതിന് താഴെ പ്രവർത്തിക്കുന്നു. ഇതിനൊക്കെ ഉപരിയായി മൈക്രോ ഫിനാൻസിൻ്റെ പ്രവർത്തനം വളരെ എടുത്തു പറയേണ്ടതാണ്. ഈ മൈക്രോ ഫിനാൻസിൻ്റെ പ്രവർത്തനം മൂലം നമുക്ക് വളരെ സാമ്പത്തിക പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 72,000-ഓളം മൈക്രോ ഫിനാൻസ് ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ മൈക്രോ ഫിനാൻസിലൂടെ വനിതകൾക്ക് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് മുൻപന്തിയിലെത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് ബാങ്ക് 16,000 കോടിയോളം രൂപയുടെ ക്രയവിക്രയമാണ് ഇവിടെ നടക്കുന്നത്. വനിതകൾക്ക് ബാങ്ക് ഇടപാടുകൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുവാൻ ഇവിടെ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ഒരു മുന്നേറ്റമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ വട്ടിപ്പലിശക്കാരെ ഇവിടെ നിന്നും ഒഴിവാക്കാൻ, ഒരു പരിധിവരെ ഒഴിവാക്കാൻ നമുക്ക് ഈ മൈക്രോ ഫിനാൻസിലൂടെ സാധിച്ചിട്ടുണ്ട്. കൂടാതെ കുടുംബ യൂണിറ്റിൻ്റെ പ്രവർത്തനം ഇന്ന് എല്ലാ ശാഖകളുടെയും എല്ലാ ഏരിയകളിലും കുടുംബ യൂണിറ്റിൻ്റെ പ്രവർത്തനം വളരെ സജീവമായി നടക്കുന്നു. ഈ പ്രവർത്തനം മൂലം വളരെ ആത്മീയമായും ഗുരുദേവ ദർശനങ്ങൾ എല്ലാ വീടുകളിലും എത്തിക്കുന്നതിനും അവിടെ ഒരു കുടുംബ സംഗമം പോലെ എല്ലാവർക്കും ഒത്തുചേരുന്നതിനും ഉള്ള അവസരം ലഭ്യമാകുന്നുണ്ട്. ഗുരുദേവൻ്റെ ഈ പ്രവൃത്തി നമ്മുടെ കേരളം മാത്രമല്ല, ഇന്ത്യ മുഴുവനും ലോകമെമ്പാടും ഈ SNDPയുടെ പ്രവർത്തനം വ്യാപിച്ചു കഴിഞ്ഞു. കൂടാതെ നമ്മുടെ ബഹുമാന്യനായ 30 വർഷമായി നമ്മുടെ ബഹുമാന്യനായ പത്മഭൂഷൺ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ പ്രവർത്തനം നമുക്ക് വളരെ പ്രചോദനമാണ്. ഈ ഇത്രയും വലിയ ഒരു വടവൃക്ഷത്തിൻ്റെ ഒരു അംഗമായി മാറാൻ സാധിച്ചതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. SNDP യോഗത്തിൻ്റെ പ്രവർത്തനം മൂലം
ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ എന്ന ഗുരുദേവ സിദ്ധാന്തം പ്രചരിപ്പിക്കുവാൻ സാധിക്കുന്നതിലൂടെ ഇന്ന് രാജ്യത്ത് നടക്കുന്ന ഈ കലുഷിതവും അരാജകത്വവും യുദ്ധവും എല്ലാം ഒഴിവാക്കാൻ സാധിക്കും. ഭാവിയിൽ നമുക്ക് ഗുരുദേവൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഏകലോക സിദ്ധാന്തം നമുക്ക് നടപ്പിൽ വരുത്തുവാൻ സാധിക്കും. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം.